श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय। ഹനുമാൻ രാവണസഭയിൽ. അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വച്ച് ആതിഥേയ അധിപ അരാതി. ആതിഥേയന്മാരുടെ അധിപൻ, ദേവന്മാരുടെ അധിപൻ ഇന്ദ്രൻ. ഇന്ദ്രൻ്റെ ശത്രുവായിട്ട് ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്ത് ചൊല്ലിയിടിനാൻ, അമിത നിശിചരവരരെ രണശിരസി കൊന്നവൻ ആശു വിരിഞ്ചാസ്ത്ര ബദ്ധനായിടിനാൻ. ഒരുപാട് രാക്ഷസന്മാരെ കൊന്ന ഇവൻ പെട്ടെന്ന് തന്നെ ബ്രഹ്മാസ്ത്രത്തിന് വിധേയനായി. ജനക, തവ മനസി സജീവന്മാരുമായിനി ചെമ്മേ വിചാര്യ കാര്യം. അങ്ങ് എന്താണോ ഇവനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നീ വിധീയതാം, ചെയ്തുകൊള്ളുക, വിധിച്ചുകൊള്ളുക. പ്ലവക കുലവരൻ അറിക സാമാന്യനല്ലിവൻ. ഇവനെക്കുറിച്ച് ചെറുതായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല, ഇവൻ അസാമാന്യ ബലശാലിയാണ്. പ്രത്യർത്ഥി വർഗത്തിനെല്ലാം, പ്രത്യർത്ഥി എന്നാൽ ശത്രുക്കൾ, ശത്രുവർഗത്തിന്, ഇവന് ശത്രുക്കളാകുന്നവർക്കൊക്കെ ഇവൻ ഒരന്തകനാണ്. നിജതനയ വചനം ഇത് കേട്ട് ദശാനനൻ നിൽക്കും പ്രഹസ്തനോട് ഓർത്തു ചൊല്ലിയിടിനാൻ. പ്രഹസ്തൻ തൻ്റെ മന്ത്രിയാണ്. മന്ത്രിയോട് പറഞ്ഞു, ഇവൻ ഇവിടെ വരുവതിന് കാരണമെന്തെന്നും എങ്ങുനിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമത് കാക്കുന്നവരെയും, ഇവിടുത്തെ ഉദ്യാനവും അത് എല്ലായ്പ്പോഴും കാക്കുന്ന കാവൽക്കാരെയും ഊക്കോട് മറ്റുള്ള നക്തഞ്ചരരെയും മറ്റുള്ള രാക്ഷസന്മാരെയൊക്കെ ത്വരിതം അതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും. നിന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചത്? ഇത്ര ആത്മാർത്ഥതയോടെ അവർക്ക് വേണ്ടി ചെയ്യാൻ ആരാണ് നിന്റെ സ്വാമി? ഇങ്ങനെ ഉള്ള കാര്യങ്ങളും ഇവനോടിനി വിരവിനോട് ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നത് കേട്ട്, ഇന്ദ്രജിത്ത് ചൊന്നത് കേട്ട് പ്രഹസ്തനും പവനസുതനോട് വിനയ നയ സഹിതം, വിനയത്തോടുകൂടെ, അത് അതേസമയം തന്നെ നയം, ഒരു നയചാതുരിയോടുകൂടെ തന്നെയാണ് ചോദിക്കുന്നത്. പപ്രച്ഛ ചോദിച്ചു, നീ ആരയച്ചു വന്നു കവേ? നൃപസദസ്സി, ഈ രാജാവിൻ്റെ സദസ്സിൽ. കഥയ മമ, എന്നോട് പറയൂ, സത്യം മഹാമതേ. അപ്പോഴും ബഹുമാനിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്, അതാണ് മഹാമതേ. നിന്നെ അയച്ചുവിടുന്നുണ്ട് നിർണയം ഭയമഖിലം അകതളിരിൽ നിന്ന് കളഞ്ഞാലും. നിന്നെ ഇത് കൃത്യമായി പറഞ്ഞാൽ നിന്നെ അയച്ചുവിടാം, കാരണം നിന്നെ കൊല്ലേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആരാണോ ഇവിടെ ദൂതിനായിട്ട് നിന്നെ അയച്ചത് അവരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഭയം, അഖില ഒരു തരത്തിലുള്ള ഭയവും അകതളിരിൽ വേണ്ട, അത് കളഞ്ഞാലും. ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക നീ. നോക്കൂ, ഇത് ബ്രഹ്മസഭയ്ക്ക് തുല്യമാണ്. അനൃത വചനവും അമലം അധർമ്മ കർമ്മങ്ങളും, ഇവിടെ കള്ളത്തരങ്ങളൊന്നുമില്ല. അനൃതം അങ്ങനെയുള്ള ഒരു വാക്കും ഇവിടെ പാടില്ല. ഇതത്രയും പരിപാവനമാണ്, അമലമാണ്. അധർമ്മം എന്നത്, അതുപോലെ അകർമ്മങ്ങൾ, ചെയ്യാൻ പാടില്ലാത്തത് എന്നത് അത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലടോ. ഇങ്ങനെയൊരു കാര്യമൊന്നും ഇവിടെ നടക്കാറില്ല. നിഖില നിശിചരകുല ബലാധിപൻ, മുഴുവൻ കുലത്തിൻ്റെയും, ഈ നിശിചരകുലത്തിൻ്റെ ബലം, സൈന്യത്തിൻ്റെ അധിപനാണ്. നേരത്തെ മന്ത്രി എന്നാണ് പറഞ്ഞത്, സൈന്യാധിപനാണ് പ്രഹസ്തൻ. ഈ ചോദിച്ച ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസ്സി രഘുകുലവരനെ മുഹുരഭി നിരൂപിച്ചു. വീണ്ടും നിരൂപിച്ചിട്ട് മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനം അതിവിശദം ഇതി, വളരെ സ്ഫുടമായിട്ട് അതിവിശദം
കൃത്യമായിട്ട് വിസ്തരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇതി ശൃണു ജളപ്രഭോ, ജഡനായിട്ടുള്ള അല്ലെങ്കിൽ ഭോഷ്കനായിട്ടുള്ള അല്ലയോ പ്രഭോ, അങ്ങനെയാണ് രാവണനെ വിളിക്കുന്നത്. പൂജ്യനാം രാമദൂതൻ ഞാൻ അറിക നീ, ഭുവനപതി മമപതി, പുരന്തര പൂജിതൻ, ഇന്ദ്രനാൽ പൂജിക്കപ്പെടുന്നവനാണ്, പുണ്യപുരുഷൻ, പുരുഷോത്തമൻ പരൻ, ഭുജകുലപതി ശയനൻ, അമലൻ, അഖിലേശ്വരൻ, പൂർവദേവ ആരാധി, ഭുക്തി മുക്തിപ്രദൻ, ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് പോലും ഭുക്തിയെയും മുക്തിയെയും കൊടുത്തവനാണ്. അതായത് മഹാബലി, പ്രഹ്ലാദൻ തുടങ്ങിയ അസുരന്മാർക്ക് പോലും മുക്തിയെ കൊടുത്തവനാണ്. പുരമഥന ഹൃദയമണി നിലയന വാസിയാം ഭൂദേശ സേവിതൻ, പുരമഥനം ത്രിപുരങ്ങളെയും ഇല്ലാതാക്കിയ നശിപ്പിച്ച ആ ഭൂദേശൻ മഹേശ്വരൻ്റെ ഹൃദയമണി നിലയന നിവാസിയാണ്. ആ പരമേശ്വരൻ പോലും ആരാധിക്കുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള ഭൂദേശനാൽ സേവിക്കപ്പെടുന്നവനാണ്. ഭൂതപഞ്ചാത്മകൻ, പഞ്ചഭൂതാത്മകനാണ്. ഭുജകുലരിപു മണിരഥധ്വജൻ, ഭുജകുലരിപു സർപ്പങ്ങളുടെ ശത്രുവായിട്ടുള്ള ഗരുഡൻ, ഗരുഡൻ തൻ്റെ കൊടിയടയാളമായിട്ടുള്ള രഥത്തോടു കൂടിയവനാണ്. മാധവൻ, ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ, എല്ലാ ഐശ്വര്യങ്ങളും അലങ്കാരങ്ങളും ഈ ഭഗവാനിലാണ്. നിജ ജനകവചനം അത് സത്യമാക്കിയിടുവാൻ, തൻ്റെ അച്ഛൻ്റെ വാക്ക് സത്യമാക്കുവാൻ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടില്ലേ, നീ കട്ടുകൊണ്ടുവന്നതല്ലേ സീതയെ. കുറച്ചു നേരത്തെ നിന്റെ സൈന്യാധിപൻ പറഞ്ഞു ഇവിടെ അധർമ്മമൊന്നും ആരും ചെയ്യാറില്ല എന്ന്. അപ്പോൾ നീ ചെയ്തത് തന്നെ ഏറ്റവും വലിയ അധർമ്മമല്ലേ? അതാണ് നേരിട്ട് ചോദിക്കുകയാണ്, നീ കട്ടുകൊണ്ടുവന്നതല്ലേ? തവ മരണമിഹ വരുവതിനൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം, താമരസോദ്ഭവനായ ബ്രഹ്മാവാണ് നിന്റെ മരണത്തിനായിട്ട് ഈ രാമാവതാരം പോലും പ്രാർത്ഥിച്ചത്. തദനു ദശരഥതനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. പിന്നീട് നീ കട്ടുകൊണ്ടുപോയതിന് ശേഷം രാമൻ മതങ്കാശ്രമത്തിൽ സങ്കടത്തോടുകൂടെ അനുജനുമായി പോയി തപന തനയനോട് സുഗ്രീവനോട് അനലസാക്ഷിയായി അഗ്നിസാക്ഷിയായി സഖ്യവും താൽപ്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതിസുതനെയൊരു, അമരപതിസുതൻ ഇന്ദ്രന്റെ മകൻ ബാലി, ബാലിയെ ഒരു ബാണേന കൊന്നുടൻ അർക്കാത്മജന് കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ അവനമനം, അവനമനം എന്നാൽ ശരണാഗതി അടഞ്ഞ മനസ്സോടുകൂടിയ ആ സുഗ്രീവൻ അഴകിനോടു ചെയ്തവൻ ആധിപത്യം കൊടുത്താധി തീർത്തിയിടിനാൻ. അങ്ങനെ തന്നെ ശരണാഗതി അടഞ്ഞ സുഗ്രീവന് കിഷ്കിന്ധയുടെ ആധിപത്യം കൊടുത്തു. അതിനവനും അവനിതനയ അന്വേഷണത്തിനായി ആശകൾ തോറും ദിക്കുകൾ തോറും ഏക 100,000 എന്നാൽ ലക്ഷം പ്ലവക കുല പരിവൃഢരെ ലഘുതരം അയച്ചതിൽ ഏകനഹം, അതിലൊരാളാണ് ഈ ഞാൻ, ഇഹ വന്നു കണ്ടിടിനേൻ. ഇനി ചോദിച്ചു എന്തിനാണ് ഉദ്യാനം തകർത്തത്? അതിൻ്റെ ഉത്തരം പറയാം. വനജ വിടപികളെയും ഉടനുടനിഹ തകർത്തത്. ഇവിടെയുള്ള ഉദ്യാനമൊക്കെ അതിലെ മരങ്ങളെയൊക്കെ തകർക്കാൻ കാരണം അത് വാനരവംശ പ്രകൃതിശീലം വിഭോ, അത് ഞങ്ങളുടെ ഒരു പ്രകൃതമാണ്, അത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ കാരണം. ഇനി രാക്ഷസന്മാരെ എന്തിനാണ് കൊന്നത് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരം ഇതാണ്. ഇകലിൽ യുദ്ധത്തിൽ നിശിചര വരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. അവരെന്നെ കൊല്ലാൻ വന്നു, പിടിച്ചു നിൽക്കാൻ ഞാൻ അവരെ കൊന്നു, അത്രയേ ഉള്ളൂ. മരണഭയം അകതളിരിലില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്ന് നിർണയം. മരണഭയം ആർക്കാ ഇല്ലാത്തത്? നമ്മെ ഒരാൾ കൊല്ലാൻ വന്നാൽ നോക്കി നിൽക്കുവോ? ഇല്ലല്ലോ. തിരിച്ച് ഞാനും അവരെ അടിച്ചു കൊന്നു, അത്രയേ ഉള്ളൂ. ദശവദന സമരഭുവി, ഈ യുദ്ധത്തിൽ
ദേഹരക്ഷാർത്ഥമായി എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ത്വദ്ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം, അതിനാണ് ഞാൻ കൊന്നത്. ദശനിയുത ശത വയസ്സി, കോടിക്കണക്കിന് വർഷം ജീവിച്ചിരുന്നാലും ശരീരം ജീർണമെന്നാകിലും ദേഹികൾക്ക് ഏറ്റവും പ്രിയം, ഏതൊരു ജീവിക്കും പ്രിയം ദേഹമോർക്ക നീ. ആ ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് ഒരു ജീവിക്കും സഹിക്കില്ല. അത്രയേ ഞാനും ചെയ്തുള്ളൂ. തവ തനയ കരകളിത വിധി വിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. നിന്റെ മകൻ്റെ കരത്തിൽ നിന്ന് ഗളിതം പുറപ്പെട്ട വിധി വിശിഖം, വിധി ബ്രഹ്മാവിൻ്റെ പേരിലുള്ള ബ്രഹ്മാസ്ത്രം എന്ന പാശേന കയറുകൊണ്ട് തത്ര ഞാൻ ബദ്ധനായേൻ ഒരു കാൽക്ഷണം, ചെറിയൊരു നിമിഷം മാത്രം. കമലഭവ മുഖ സുരവര പ്രഭാവയനമേ, ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ കായത്തിനേതുമേ പീഡയുണ്ടായി വരാ, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെട, എനിക്ക് പരാജയം എന്നൊന്ന് ഉണ്ടാവുകയില്ല, മരണവും ഉണ്ടാവുകയില്ല. എന്നാലും ബദ്ധഭാവേന, എന്നെ ബന്ധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഭിനയിച്ചതാണ്. അങ്ങനെ ഒരു ഭാവേന വന്നിടിനേനത്ര ഞാൻ, അങ്ങനെ വന്നതാണ് ഞാനിവിടെ. അതിനെന്താണ് കാരണം? അതിനും ഇത് പൊഴുതിലൊരു കാരണമുണ്ട് കേൾ. അദ്യ ഹിതം, നിനക്ക് ഹിതമായിട്ടുള്ള, തവ ഹിതം, നിനക്ക് ഹിതമായിട്ടുള്ള ചില കാര്യങ്ങൾ വക്തും ഉദ്യുക്തനായി, നിന്നോട് കുറച്ച് പറയാനുണ്ട് എനിക്ക്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുദ്ധജനം. എന്തിനാ ഇവിടെ വന്നത്? നീ ഇപ്പോൾ ഒരു അജ്ഞാനിയാണ്. അപ്പോൾ അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റമുള്ള അജ്ഞാനമൊക്കെ ആര് നീക്കണം? അറിവുള്ളവർ നീക്കണം. അപ്പോൾ ഞാൻ അറിവുള്ള ആളാണ്, നിന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ്. അത് ജഗതി കരുതു കരുണാത്മനാം ധർമ്മം, അത് ഈ ലോകത്തിലുള്ള ആളുകളോട് കരുണയുള്ള മഹാത്മാക്കൾ ചെയ്യുന്ന ഒരു ഉപകാരമാണ്, അവരുടെ ധർമ്മമാണത് എന്ന് ആത്മോപദേശം അജ്ഞാനിനാം, ധർമ്മമെന്ന ആത്മോപദേശം അജ്ഞാനിനാം മോക്ഷതം, അജ്ഞാനികളായ ആളുകൾക്ക് മോക്ഷത്തെ ദാനം ചെയ്യുന്നതാണ്. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടൊല മോഹമഹാംബുധൗ, ഈ മോഹ മഹാസാഗരത്തിൽ ഇങ്ങനെ വീണ് കൈകാലിട്ടടിക്കരുത്. മഗ്നനായിടൊല ത്യജ മനസ്സി ദശവദന രാക്ഷസീം ബുദ്ധിയെ, നിന്റെ ഉള്ളിലുള്ള ഈ രാക്ഷസി ബുദ്ധിയെ നീ ഉപേക്ഷിക്കൂ. എന്നിട്ട് ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ. അത് ജനന മരണ ഭയ നാശിനി, ദൈവീ പ്രകൃതിയെ ആശ്രയിച്ചാൽ നമ്മുടെ ഉള്ളിലെ ജനന മരണ ഭയത്തെ ഇല്ലാതാക്കുന്നു. അന്യയായുള്ളത്, അതേസമയം നീ രാക്ഷസി പ്രകൃതിയെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അത് നിനക്ക് സംസാരകാരിണി. രാക്ഷസി പ്രകൃതിയെ ആശ്രയിച്ചാൽ അത് സംസാരത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കും. അമൃത ഘന വിമല പരമാത്മ ബോധോജിതം അത്യുത്തമ അന്വയോദ്ഭൂതനല്ലോ ഭവാൻ. രാവണ, നീ ചെറിയ ആളൊന്നുമല്ല. അമൃത ഘന വിമല പരമാത്മം, അമൃതത്തിൻ്റെ ആ ഒരു കട്ട പിടിച്ച വിമല പരമാത്മ ബോധ ഉചിതം, അത് നൽകാൻ വരെ സാധിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു തലത്തിലെത്തിയ അത്യുത്തമമായ അന്വയത്തിൽ, വംശത്തിൽ ഉദ്ഭൂതനല്ലോ ഭവാൻ, നീ ഉണ്ടായവനാണ്. കാരണം ബ്രഹ്മാവിൻ്റെ മകനാണ് പുലസ്ത്യൻ, പുലസ്ത്യൻ്റെ മകൻ വിശ്രവസ്, വിശ്രവസിൻ്റെ മകനാണ് രാവണൻ. അപ്പോൾ എത്ര വലിയ ആ ബ്രഹ്മാവിൻ്റെ വംശപരമ്പരയാണ് രാവണൻ. എന്നിട്ടും എന്താ രാവണ നീ ഇങ്ങനെ? കളക തവ ഹൃദി സപതി, നിന്റെ ഈ മനസ്സിലുള്ള കാമ കോപ ദ്വേഷ ലോഭമോഹാദികളൊക്കെ തത്വബോധേന നീ കളയുക. തത്വബോധം ഉള്ളിൽ ഉദിച്ചാൽ മാത്രമേ ഈ ക്രോധാദികളൊക്കെ ഇല്ലാതാവുകയുള്ളൂ. കമലഭവ സുത തനയ നന്ദനൻ, കമലഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ പുലസ്ത്യൻ, പുലസ്ത്യൻ്റെ തനയൻ വിശ്രവസ്, വിശ്രവസിൻ്റെ നന്ദനൻ. ഇങ്ങനെയാകയാൽ കർപ്പൂരഭാവം, നിന്റെ ഈ രാക്ഷസഭാവം പരിഗ്രഹിയായിക നീ തീർച്ചയായും പരിഗ്രഹിക്കേണ്ടതാണ്.
ധനുജ സുര മനുജ ഖഗ മൃഗ ഭുജഗ ഭേദം. ഈ ദാനവനാണ്, ദേവനാണ്, മനുഷ്യനാണ്, മൃഗമാണ്, പക്ഷിയാണ്, സർപ്പമാണ്, ഇങ്ങനെയുള്ള ഭേദം ദേഹാത്മബുദ്ധിയെ, ഈ ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അതിനെ സന്ത്യജിച്ചിടു നീ, ആ ബുദ്ധിയെ നീ ഇല്ലാതാക്കൂ. പ്രകൃതി ഗുണ പരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. ഈ പ്രകൃതി ഗുണങ്ങളോട് ചേരുമ്പോഴാണ് ഈ ജീവന് ഞാൻ ബദ്ധനാണ് എന്ന് തോന്നുന്നത്. ഈ പ്രാണനും ദേഹങ്ങളും ഒന്നും നീയല്ല, ആത്മാവല്ല. അമൃതമയൻ, അജൻ, അമലൻ, അദ്വയൻ, അവ്യയൻ, ആനന്ദപൂർണൻ, ഏകൻ, പരൻ, കേവലൻ, നിരുപമൻ, അമേയൻ, അവ്യക്തൻ, നിരാകുലൻ, നിർഗുണൻ, നിഷ്കളൻ, നിർമ്മമൻ, നിർമ്മലൻ, നിയമപരനിലയനം, നിലയനൻ, അനന്തൻ, ആദ്യൻ, വിഭു, നിത്യം, നിരാകാരൻ. നിയമപരം എന്നാൽ ഇവിടെ എല്ലാത്തിനെയും നിയമിക്കുന്നവൻ ആ ഭഗവാനാണ്. നിരാകാരൻ, ആത്മാ, പരബ്രഹ്മം. ഇതിലെ എല്ലാ വാക്കുകളും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ. വിധിക്ക്, ബ്രഹ്മാവിന്, ഹരി സ്ഥിതി പാലകനായിട്ടുള്ള വിഷ്ണുവിന്, ഹരന്, ശിവന്, ഇവർക്കൊന്നും തിരിയാതവനാണ്. അവർക്കൊന്നും ആ തത്വത്തെ പൂർണ്ണമായി അറിയാൻ സാധിച്ചിട്ടില്ല. വേദാന്ത വേദ്യൻ, അവേദ്യൻ അജ്ഞാനിനാം. അജ്ഞാനികൾക്ക് ഈ പരബ്രഹ്മം എപ്പോഴും അവേദ്യമാണ്, ഒരിക്കലും അറിയുകയില്ല. സകല ജഗതിദം അറിക മായാമയം വിഭോ, സച്ചിന്മയം സത്യബോധം സനാതനം, ജഡം അഖില ജഗത് ഇതം അനിത്യമറിക നീ. ഈ ജഡമായിട്ടുള്ള ഈ ലോകം അനിത്യമാണ്. ജന്മ ജരാ മരണാദി ദുഃഖാന്വിതം. അറിവതിന് പണി, നല്ല ബുദ്ധിമുട്ടാണിതറിയാൻ. പരമപുരുഷ മറിമായങ്ങൾ, ഈ മായാപ്രകൃതിയിലെ ഈ ലീലകളൊക്കെ ആത്മാനം ആത്മന, തൻ്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് കണ്ട് തെളിക നീ. പരമഗതി വരുവതിന് പരമൊരു ഉപദേശവും പാർത്ത് കേട്ടിടൂ, നീ കേട്ടുകൊള്ളുക, ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ. ഇനി ഈ ജ്ഞാനം ലഭിക്കാനായിട്ട് അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട്, അത്രയധികമായ ഹരിഭക്തി വേണം ഉള്ളിൽ. ഇങ്ങനെയെങ്കിൽ ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. അകമലരും അഘം അകലും. ഉള്ളിലെ അഘം എന്നാൽ പാപം, പാപമൊക്കെ അകലും അളവ് അതിവിശുദ്ധമായ ആശു തത്വജ്ഞാനവും ഉദിക്കും ദൃഢം. ആ ഭക്തി മുഴുക്കുമ്പോൾ ഉള്ളിലെ പാപങ്ങളൊക്കെ ഇല്ലാതാക്കാൻ തക്ക ജ്ഞാനം ഉദിക്കും. വിമലതര മനസ്സി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവല ആനന്ദാനുഭൂതിയാൽ. കാരണം ഭഗവത് തത്വം അത് പിന്നെ വിജ്ഞാനമായി വരും, അനുഭവമായി വരും. അപ്പോഴാണ് ഈ തത്വബോധം ഉണ്ടാകുന്നത്. രജനിചര വന ദഹന മന്ത്ര അക്ഷരദ്വയം. രജനിചരം, നിശിചരങ്ങളാകുന്ന രാക്ഷസന്മാരാകുന്ന വനത്തെ ദഹിപ്പിക്കാൻ ശക്തിയുള്ള ദ്വയം, രണ്ടക്ഷരങ്ങളുള്ള മന്ത്രം. ആ മന്ത്രമാണ് രാമരാമ എന്നത്. ഇതി സദായേവ ജപിക്കയും രതി, ഈ ലൗകിക സുഖത്തിൽ രതിയില്ലാതെ സപതി നിജഹൃതി വിഹായ, അതിനെ ഉള്ളിൽ നിന്ന് കളയുക. എന്നിട്ട് നിത്യം മുതാ രാമപദ ധ്യാനമുള്ളിലുറയ്ക്കയും. അറിവ് ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ, ഈ ഒരു അറിവ് രാമനാമം മാത്രമാണ് ശാശ്വതമായിട്ടുള്ള സന്തോഷത്തെ തരുന്നത് എന്ന അറിവ് കുറച്ചെങ്കിലും അത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ലാഹന്ത വേണ്ടുന്നത് അതാണ് വേണ്ടത്. ആകയാൽ ആശു നീ ഭജ ഭവഭയാപഹം, ഈ സംസാര സാഗരത്തിൻ്റെ ഭയത്തെ ഇല്ലാതാക്കുന്ന ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം, കോടി സൂര്യന്മാർക്ക് തുല്യമായിട്ടുള്ള ആ വിഷ്ണു പാദാംബുജത്തെ ഭജിക്കുക. മധുമഥനം, മധു എന്ന രാക്ഷസനെ മഥിച്ചവൻ, ഇല്ലാതാക്കിയ ആ ഭഗവാന്റെ ചരണ സരസിജയുഗളം ആശുനി മൗഢ്യം കളഞ്ഞ്, ഈ മോഹമൊക്കെ കളഞ്ഞ് ഭജിച്ചുകൊണ്ടിടടോ.
കുസൃതികളും ഇനി മനസ്സി കനിവൊടു കളഞ്ഞ്, നിന്റെ ഈ കുസൃതികൾ എന്നാൽ മായാപ്രയോഗങ്ങൾ ഇതൊക്കെ കളഞ്ഞിട്ട് വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. പരധന കളത്രമോഹേന നിത്യം വൃഥ പാപമാർജിച്ച് കീഴ്പോട്ടു വീണിയിടല. എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ ധനം, ഭാര്യ ഇങ്ങനെയുള്ള മോഹത്താൽ നിത്യം വൃഥാ പാപമാർജിച്ച് കീഴ്പോട്ടു വീണിയിടല. നീ ഇങ്ങനെ താഴോട്ട് പോവരുത്. നളിനദള നയനം അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനം അദ്വയം ഭക്തിവിശ്വാസേന സേവിക്യ സന്തതം ശരണമിഹ ചരണകമലേ പതിച്ചിടടോ. ആ പാദകമലത്തിൽ ശരണമടയൂ നീ. ശത്രുഭാവത്തെ ത്യജിച്ച് സന്തുഷ്ടനായിട്ട്, നിന്റെ ഉള്ളിൽ രാമനോടുള്ള ശത്രുഭാവത്തെ ത്യജിച്ച് നീ സന്തുഷ്ടനായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഭഗവാൻ നിന്നോട് ക്ഷമിക്കും. കാരണം കലുഷം അനവധി ഝടിതി ചെയ്തിതെന്നാകിലും നീ ഒരുപാട് വലിയ ദ്രോഹം തന്നെ ഭഗവാനോട് ചെയ്തിട്ടുണ്ട്, എങ്കിലും ക്ഷമിക്കും. കാരണം കാരുണ്യം ഈ വണ്ണമില്ല മറ്റാർക്കുമേ. ഇതുപോലെ ക്ഷമിക്കാൻ മനസ്സുള്ള ഒരാൾ ഈ ലോകത്ത് വേറെ ഇല്ല. രഘുപതിയെ മനസ്സി കരുതുകിൽ അവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. എന്നും രാമപാദത്തെ ശരണം പ്രാപിച്ചാൽ അവന് പിന്നെ ഒരു ജന്മമില്ല. സനകമുഖമുനികൾ വചനങ്ങളിതോർക്കടോ. സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം. ഇതാ ബ്രഹ്മാവിന് പോലും സമ്മതമാണ്. അമൃതസമവചനം യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിനെ, ഹൃദയത്തെ കുളിർപ്പിക്കുന്ന വാക്കുകളാണിത്. പക്ഷേ ദശവദനന്, രാവണന് ഇത് ക്രോധത്തെ കൂടുതൽ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. പവനതനയ ഉദിതം, പവനതനയൻ പറഞ്ഞ ഈ വാക്കുകൾ അത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയനം 20 10 തലയിലെ 20 കണ്ണുകളിലും അഥ കനൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടി മിഴിച്ച് ചൊല്ലിയിടിനാൻ. അങ്ങനെ ക്രുദ്ധിച്ച് ചൊല്ലുകയാണ്, പറയുകയാണ്, തിലസദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ. തിലസദൃശം എള്ള് പോലെ, തിലം എന്നാൽ എള്ള് പോലെ ഇവനെ ഇങ്ങനെ നുറുക്കിയിട്ട് അവനെ അങ്ങോട്ട് കളഞ്ഞേക്കൂ. ധിക്കാരമിത്ര കണ്ടിയില്ല മറ്റാർക്കുമേ. മമ നികടഭുവി, എൻ്റെ രാജധാനിയിലെത്തിയിട്ട് വടിവോടൊപ്പം ഇരുന്ന്, എന്നോട് നേർക്കുനേറിരുന്ന് മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ? വേറെ ആരെങ്കിലും പറയാൻ ധൈര്യപ്പെടുമോ ഇങ്ങനെ? ഭയവും ഒരു വിനയവും ഇവന് കാണാനില്ല. ഭയവുമില്ല, വിനയവുമില്ല. പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ, ഇവൻ ദുഷ്ടാത്മാവാണ്. കഥയമമ രാമൻ എന്നൊരു ചൊൽ. കാനനവാസി സുഗ്രീവൻ എന്നാരടോ? നീ എന്താണ് ഈ രാമൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ രാമൻ? പിന്നെ ആ സുഗ്രീവൻ, അവനൊരു കാട്ടുവാസി. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? അവരെയും, ഈ രാമനെയും സുഗ്രീവനെയും പിന്നെ ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. ദശവദന വചനമിതി കേട്ട് കോപം പൂണ്ട് ദന്തം കടിച്ച് കപീന്ദ്രനും ചൊല്ലിനാൻ. ഹനുമാനും വിട്ടുകൊടുത്തില്ല. നിനവ് തവ മനസ്സി പെരുതെത്രയും നന്നു. ആഹാ, നിന്റെ മോഹം കൊള്ളാം. നിന്നോടെതിരൊരു 100,000 രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു നീ മാത്രമല്ല, നീ ഒറ്റയ്ക്കെന്തിന്, ഒന്നുമല്ല. നിന്നെപ്പോലെയുള്ള ഞെളിഞ്ഞുള്ളൊരു 100,000 രാവണന്മാർ, 100,000 രാവണന്മാർ ഒരുമിച്ചെതിർത്തിയിടിലും നിയതമിത് മമ ചെറുവിരൽക്ക് പോരാ. പിന്നെ എൻ്റെ ചെറുവിരൽ അനക്കാൻ പറ്റുമോ രാവണ നിനക്ക്? നീ എന്ത് ചെയ്യുന്നത് എന്നോട് കശ്മല? പിന്നെയാണോ? നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക്. പവനസുത വചനമിതി കേട്ട് ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിടിനാൻ. തൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരോട് പറഞ്ഞു, ഇവിടെ നിശിചരൊരുവരായുധപാണിയായില്ലയോ? കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയാണോ? ഇവനെ കൊല്ലാൻ ഇവിടെ ആരുമില്ലേ? അതു പൊഴുതിൽ ഒരുവൻ അവനോടടുത്തിയിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ. ഇത് കേൾക്കേണ്ട താമസം ഒരുത്തൻ വാളുമെടുത്ത് ഹനുമാന്റെ നേർക്ക് ഓടിയെടുത്തു. അപ്പോൾ വിഭീഷണൻ ചൊല്ലി,
അരുതരുത്, ദുരിതമിത്, ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്ക് ചൊല്ലിയിടുവിൻ. ഇതെന്ത് ന്യായമാണ്? ദൂതന്മാരെ കൊല്ലുക എന്നത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇവനെ വയം ഇവിടെ വിരവോടു കൊന്നിയിടിനാൻ. ഇവിടെ നമ്മൾ ഇവനെ കൊന്നു തള്ളിയാൽ എങ്ങനെ അങ്ങ് അറിയുന്നിതു രാഘവൻ? രാഘവൻ എങ്ങനെയാണ് ഇവിടുത്തെ സീതാവൃത്താന്തങ്ങൾ അറിയുന്നത്? അങ്ങനെ അറിഞ്ഞാലല്ലേ തിരിച്ച് നമ്മോട് യുദ്ധം ചെയ്യാൻ വരികയുള്ളൂ. അപ്പോഴല്ലേ രാവണന് രാമനെ കൊല്ലാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ രാവണനെ തൽക്കാലം ഒന്ന് സുഖിപ്പിക്കാൻ പറയുന്നതാണ്. അതിന് പുനരിവന് ഒരടയാളമുണ്ടാക്കി, ഒരടയാളം കൊടുത്തിട്ട് നാം അങ്ങ് അയക്കേണം, അതല്ലോ നൃപോചിതം, അതാണ് ഉചിതമായ രാജനീതി. ഇതി സദസി ദശവദന സഹജവചനേന, സഹോദരന്റെ വാക്കുകൊണ്ട് താൻ എങ്കിൽ അതങ്ങനെ ചെയ്യുകെന്ന് ചൊല്ലിനാൻ. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് രാവണനും പറഞ്ഞു. ലങ്കാദഹനം. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം. വദനം കരചരണം അപി, അതായത് ഒരു കപിക്ക്, വാനരന്മാർക്ക് മുഖമോ കയ്യോ കാലോ അല്ല ശൗര്യാസ്പദം. അവരുടെ ശൗര്യം, അത് അവരുടെ ശൗര്യം എന്നത് വാൽമേൽ ശൗര്യമാകുന്നു. വാലാണ് വാനരന് ഏറ്റവും പ്രധാനപ്പെട്ടത്. വയം അതിന്, നമ്മൾ അതിന്, ഝടിതി വേഗത്തിൽ തന്നെ, വസനേന വസ്ത്രം കൊണ്ട്, വാൽ വേഷ്ടിച്ച് ചുറ്റിയിട്ട്, വന്നി കൊളുത്തി പുരത്തിലെല്ലായിടവും, തീ കൊളുത്തിയിട്ട് ഇവനെ ഈ നഗരത്തിലെല്ലായിടവും, രജനിചര പരിവൃഢർ എടുത്തിട്ട് വാദ്യം കൊട്ടി, രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ, നിഖില ദിശി എല്ലാ ദിക്കിലും, പലരുമിഹ എല്ലാവരും കേൾക്കുമാറുച്ചത്തിൽ, നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. ഇവൻ രാത്രി വന്ന കള്ളനാണെന്ന് ഈ ലങ്കാനഗരവാസികൾ അറിയട്ടെ, എല്ലാവരും കാണുക, ഇവനെ എടുത്ത് നടക്കാം. കുലഹതകൻ ഇവൻ അറിയുക, നിസ്തേജൻ എന്ന് തത്കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കപികുലം. മാത്രമല്ല ഇവനെക്കുറിച്ച് പിന്നീട് ഇവൻ്റെ കുലത്തിലുള്ളവർ തന്നെ ഇവൻ കുലഹതകനാണ് എന്ന് മനസ്സിലാക്കി, നിസ്തേജൻ, ഇവൻ്റെ തേജസ്സൊക്കെ ഇല്ലാതായി എന്ന് പറഞ്ഞ് ആ വാനരക്കൂട്ടത്തിൽ നിന്ന് ഇവനെ നീക്കുകയും ചെയ്തുകൊള്ളും. തിലരസഘൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ, തിലം എള്ളെണ്ണ, രസം ഘൃതം നെയ് തുടങ്ങി അവയാൽ സംസിക്തം അവ നനച്ച വസ്ത്രങ്ങളാൽ, തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ, അങ്ങനെ ഹനുമാന്റെ വാലിൽ ചുറ്റാൻ തുടങ്ങി. അതുല ബലൻ അചലതരം അവിടെ മരുവീടിനാൻ. എന്നാൽ അതുല ബലനായിട്ടുള്ള അവൻ ഒരു പർവ്വതം കണക്കെ അവിടെ വെറുതെ അങ്ങനെ കിടന്നു കൊടുത്തു. എന്നാൽ അവര് പോലും അറിയാതെ അത്യായത സ്ഥൂലമായതു വാൽത്തത, ഹനുമാൻ അവരറിയാതെ തൻ്റെ വാലിനെ അത്യധികമായിട്ട് വലുപ്പം കൂട്ടി, നീളവും കൂട്ടി. വസനഗണം അഖിലവും, ആ കൊട്ടാരത്തിലെ തുണി മുഴുവനും ഒടുങ്ങിച്ചമഞ്ഞിതു. പക്ഷേ വാലും അതീവ ശേഷിച്ചിതു. പിന്നെയും ബാക്കിയാണ്. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും, അവിടെ ആ കൊട്ടാരങ്ങളിൽ പല കൊട്ടാരങ്ങളുണ്ട്, പല മണിമാളികയിൽ നിന്നും വരുത്തിച്ച പട്ടുവസ്ത്രങ്ങൾ, നിഖില നിലയന നിഹിതം, അവിടെ നിന്നൊക്കെ ശേഖരിച്ച പട്ടാംബരങ്ങൾ, പട്ടുവസ്ത്രങ്ങളും നീളയെ തിരഞ്ഞു കൊണ്ടുവന്ന് ചുറ്റിയിടിനാർ. എല്ലാം ചുറ്റി, അതും ഉടനൊടുങ്ങി. എന്നിട്ടും വാൽ ശേഷിച്ച് കണ്ടളവ് അങ്ങുമിങ്ങും ചെന്ന് കൊണ്ടുവന്നിടിനാർ. പിന്നെയും എവിടെ നിന്നൊക്കെയോ എടുത്തു കൊണ്ടുവന്നു. തിലജ ഘൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ, തിലജം എന്നാൽ എണ്ണയിൽ നിന്നും ഘൃതം നെയ്, ഇവയാൽ സുസ്നേഹം എന്നാൽ നനയ്ക്കപ്പെട്ട, സ്നേഹത്തിന് എണ്ണ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ എണ്ണയാൽ സംസിക്ത വസ്ത്രങ്ങൾ, ദിവ്യ പട്ടാംശുകജാലവും ചുറ്റിനാർ. വികൃതി പെരുതിവന് വസനങ്ങളില്ലൊന്നിനി. അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവനൊരു മായാജാലക്കാരനാണ്, ഇനി
വസനങ്ങൾ, വസ്ത്രങ്ങളൊന്നും ബാക്കിയില്ല. സ്നേഹവും എണ്ണയും എല്ലാം ഒടുങ്ങി. ഇതാ ശേഷവും. ഇനി ഈ ലങ്കാ നഗരത്തിലെ എണ്ണ ശേഷിക്കുന്നില്ല എന്നാണ്. അത്രയധികം വേണ്ടി വന്നു. അലം അലം ഇത് അമലൻ ഇവൻ എത്രയും. പിന്നെ ആളുകൾ ചിന്തിച്ചു, മതി, ഇത്രയൊക്കെ മതി, അത് മതി. മാത്രമല്ല ഇപ്പോൾ അവർക്ക് തോന്നുന്നു, അമലൻ ഇവൻ ആളൊരു പരിശുദ്ധനാണ്, എത്രയും ദിവ്യൻ, എന്തോ ദിവ്യത്വമുണ്ട് ഇവന്. ഇതാർക്ക് തോന്നി? അവർ പരസ്പരം പറയുകയാണ്, ഇതാർക്ക് തോന്നി വിനാശത്തിന്? ഇതാരുടെ മനസ്സിൽ വന്ന പൊട്ടബുദ്ധിയാണ് ഇവനെ പിടിച്ചിങ്ങനെയൊക്കെ ചെയ്യാമെന്ന്? ആ ചിന്തിച്ചവർ പെട്ടിരിക്കുകയാണ്. അനലമിഹ, ഇനിയിപ്പോൾ ഏതായാലും വസ്ത്രം ചുറ്റിയത് മതി. അനലം, അനലം ഇഹ. അനലം എന്നാൽ അഗ്നി. അഗ്നിയെ ഇവിടെ വസനം ഇതിന്, ഈ വസ്ത്രത്തിന്, അനഘമിനി വാലധിക്കാശു, ഈ വാലിന് ആശു കൊളുത്തുവിൻ വൈകരുതേതുമേ. അഗ്നി കൊളുത്തു, ഇനി വൈകിക്കേണ്ട. പുനരവരും അതു പൊഴുതു തീ കൊളുത്തിയിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തര അരാദികൾ, ഇന്ദ്രന്റെ ശത്രുക്കൾ, ദേവന്മാരുടെ ശത്രുക്കൾ, ആ രാക്ഷസന്മാർ. പുച്ഛം എന്നാൽ വാൽ, വാലിന്റെ അഗ്രം, അറ്റത്ത് തീ കൊളുത്തി. ബലസഹിതം അബലമിവ രഞ്ജുഖണ്ഡം കൊണ്ട് ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. ബലസഹിതനായിട്ടുള്ള അവൻ, അബലമിവ, എനിക്കൊരു ബലവും ഇല്ല എന്നതുപോലെയാണ്, രഞ്ജുഖണ്ഡം കൊണ്ട് ബദ്ധ്വ, കെട്ടിയിട്ടപ്പെട്ടിട്ട്, ദൃഢതരം ധൃത്വ, നല്ലവണ്ണം മുറുക്കി കെട്ടിയിട്ട്, ആ കപിവരനെ കിതവമതികൾ, വഞ്ചനാമതികളായിട്ടുള്ള അവരാണ് ഹനുമാനെ കള്ളൻ എന്നിങ്ങനെ കൃത്വ, അങ്ങനെ പറഞ്ഞിട്ട്, രവം അരം, വളരെയധികം ഉച്ചത്തിൽ, അരം രവം എന്നാൽ വളരെയധികം ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട്, ഗത്വാ പുരവരം, ആ നഗരം മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. പറകളെയും ഉടൻ അറിഞ്ഞങ്ങനെ വലിയ പെരുമ്പറ അതങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പശ്ചിമദ്വാരദേശേ, പടിഞ്ഞാറ് ഭാഗത്ത് ചെന്ന അനന്തരം, ലങ്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, പവനജനും അതികൃശ ശരീരനായിടിനാൻ, പെട്ടെന്ന് തൻ്റെ ശരീരം അങ്ങ് ചെറുതാക്കി കളഞ്ഞു. അപ്പോൾ പാശവും ശിഥിലമായി വന്നിതു, ആ കയറ് കെട്ടഴിഞ്ഞുപോയി. ബലമോടവൻ അതിചപലം അചലനിഭഗാത്രനായി, അങ്ങനെ തൻ്റെ ശരീരത്തിൽ നിന്ന് കെട്ടഴിഞ്ഞ സമയത്ത് പിന്നെ വലുതായി, അതിചപലനായിട്ട് അചലനിഭം, ഒരു വലിയ പർവ്വത തുല്യനായി. അങ്ങനെ ബന്ധവും വേർപെട്ടു മേൽപോട്ട് പൊങ്ങിനാൻ. തീപിടിച്ച വാലുമായി ഉയർന്നു പൊങ്ങി. ചരമഗിരി ഗോപുര അഗ്രേ, പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ വായുവേഗേന ചാടിനാൻ. എന്നിട്ട് വാഹകന്മാരെയും തന്നെ വഹിച്ചുകൊണ്ടിങ്ങനെ പറകൊട്ടി നടന്ന അവരെയൊക്കെ കൊന്നവൻ. ഉടുപതിയോട് ഉരസും അടവ് ഉയരം ഇയലുന്ന, ഉടുപതി ചന്ദ്രൻ, ചന്ദ്രനോട് ഉരസുകയാണോ എന്ന് തോന്നുമാറ്, അതാണ് അടവ്. അങ്ങനെ തോന്നുമാറ് ഉയരം ഇയലുന്ന, അത്രയും ഉയരത്തിലുള്ള രത്ന ഉത്തുംഗ സൗധാഗ്രം, അത്രയും അമ്പരചുംബികളായിട്ടുള്ള ആ മണിമാളികയുടെ മുകളിൽ ഏറി മേവീടിനാൻ. അവിടെ കുറച്ചു നേരം നിന്നു. ഉദവസിത നികരം ഉടനുടൻ ഉപരി വേഗമോടുത്പ്ലുത്യ, പിന്നീട് ആളുകൾ താമസിക്കുന്ന ഓരോരോ മണിമാളികയിലേക്ക് ചാടി പോവുകയാണ്. അതാണ് ഉത്പ്ലുത്യ. പിന്നെയും ഉത്പ്ലുത്യ സത്വരം കനകമണിമയ നിലയം അഖിലം അനിലാത്മജൻ, അങ്ങനെ സ്വർണമണിമയമായിട്ടുള്ള എല്ലാ മണിമാളികകളും അനിലാത്മജനായിട്ടുള്ള ഹനുമാൻ കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും, അങ്ങനെ കത്തിക്കാളുകയാണ് ലങ്കാനഗരം. പ്രകൃതി ചപലതയോടവൻ അചലം ഓരോ മണിപ്രാസാദജാലങ്ങൾ, ആ വാനരന്മാർക്ക് പ്രകൃതിയാ കിട്ടുന്ന അവരുടെ ആ ഒരു വേഗതയോടുകൂടെ അചലം, വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ മണിപ്രാസാദജാലങ്ങൾ, ഓരോ മണിമാളികകൾ അങ്ങനെ ചുട്ടുതുടങ്ങിനാൻ. ഗജ തുരക രഥ ബലപദാദികൾ പങ്ക്തിയും
അതുമാത്രമല്ല ആനകൾ, കുതിരകൾ, രഥം, സൈന്യബലങ്ങൾ, ഇങ്ങനെയുള്ള പങ്ക്തി, അത്രയും കൂട്ടം, ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും എവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ പോയിട്ട് അനലശിഖകളും അനിലസുത ഹൃദയവും തെളിഞ്ഞാഹന്ത. അനലശിഖകൾ അഗ്നിജ്വാലകൾ, അതുപോലെ അനിലസുത ഹൃദയവും, ഓരോ മണിമാളികയും കത്തുമ്പോൾ അനിലസുതനായിട്ടുള്ള ഹനുമാന്റെ ഹൃദയവും അങ്ങനെ തെളിഞ്ഞ് ആഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാവുന്നു എന്ന് കാണുമ്പോൾ ഭഗവാനിൽ മനസ്സങ്ങനെ ഉറപ്പിക്കുകയാണ്. വിബുധപതിയുടെ നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. ഇവിടെ ഒരു ഉപമയാണ്. വിബുധപതി ഇന്ദ്രൻ, ഇന്ദ്രനോട് ഈ രാക്ഷസാലയം ഇതാ വെന്തു വെണ്ണീറാകുന്നു എന്ന വൃത്താന്തം അറിയിച്ചു കൊള്ളുവാൻ എന്ന പോലെ അഹമഹമിക ആധിയ, ഞാൻ ആദ്യം പോയി പറയും എന്ന രീതിയിൽ പാവകജ്വാലകൾ, അഗ്നിജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് എഴുത്തച്ഛൻ പറയുന്നത്. അഗ്നിജ്വാലകൾ ഇങ്ങനെ, നീ പോവരുത്, ഞാൻ പോയിട്ട് പറയും ഇന്ദ്രനോട്, ഇതാ രാക്ഷസാലയം കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിജ്വാലകൾ അങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്. അമ്പരചുംബികളായിട്ട് അഗ്നിജ്വാലകളും അങ്ങനെ ഉയരുന്നു എന്നാണ് അർത്ഥം. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ, ഈ ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ രത്നങ്ങളാലും ഭൂതി പരിപൂർണമായുള്ള അലങ്കരിച്ച ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതദ്ഭുതം. ഹനുമാൻ അതൊക്കെ ദഹിപ്പിച്ചുവെങ്കിൽ പോലും എന്തോ ഒരു തെളിമയാണ് അവിടെ ഉണ്ടായത് എന്നാണ്. കാരണം അതുപോലും ഒരു ഐശ്വര്യമായി തീർന്നു എന്ന രീതിയിൽ എടുക്കാം. അതല്ലെങ്കിൽ ഭൂതി എന്നതിന് ഭസ്മം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ എല്ലാം വെണ്ണീരായി എന്ന അർത്ഥത്തിലും എടുക്കാം. ദശവദന സഹജ ഗൃഹം എന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രാവണന്റെ സഹജനായിട്ടുള്ള വിഭീഷണന്റെ ഗൃഹം ഒഴികെ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ, മറ്റുള്ള രാക്ഷസന്മാരുടെ ഗൃഹങ്ങൾ വെന്തുകൂടി ജപം, എല്ലാം ഒന്നിനൊന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. രഘുകുലപതി പ്രിയഭൃത്യനാം മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. വിഭീഷണ മന്ദിരത്തെ ഒഴിച്ചു നിർത്തിയിട്ടാണ് തീ കൊളുത്തിയത്. കനകമണിമയ നിലയ നികരമത് വെന്തോരോ കാമിനീവർഗം വിലാപം തുടങ്ങിനാർ. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ആളുകൾ താമസമുണ്ട്. അങ്ങനെ സ്ത്രീജനങ്ങളൊക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ചിഗുരഭര വസന ചരണാദികൾ, അവരുടെ മുടി കത്തിയെരിയുന്ന ആ ഒരു മണം, വസനം, വസ്ത്രങ്ങൾ, കൈകാലുകൾ, ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ട് ഭൂമൗ പതിക്കയും. അങ്ങനെ അവരൊക്കെ വീണ് വെന്തുരുകുകയാണ്. ഉരുകി ഉടനുഴറി അലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിലേറിയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അടുത്ത മാളികയിൽ പോകും. അപ്പോൾ അവിടെയും കത്തും. ദഹനൻ ഉടൻ അവിടെയും അടുത്ത് ദഹിപ്പിച്ചു. താഴത്ത് വീണ് പിടഞ്ഞു മരിക്കയും. മമതനയാ രമണാ ജനകാ പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. അപ്പോൾ ആ സ്ത്രീകളൊക്കെ നിലവിളിക്കുകയാണ്. മരണം ഉടലുരുകി മുറുകി വരികെന്നത് മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവശിവ. ആ സ്ത്രീകളൊക്കെ നിലവിളിക്കുകയാണ്. അയ്യോ, ഇങ്ങനെ ഞങ്ങളുടെ നേർക്ക് മരണം ഇങ്ങനെ ഉരുകി വരുന്നത് പോലെ ഉടലുരുകി വരുന്നു, മുറുകി വരുന്നു. ഇത് മാറ്റുവാൻ ആരുമില്ലല്ലോ ഭഗവാനെ. ദുരിതമിത്, ഈ ദുരിതം രജനിചര വര വിരചിതം, ഇത് രാവണൻ വിളിച്ചു വരുത്തിയതാണ് ദൃഢം. മറ്റൊരു കാരണമില്ലിതിനേതുമേ. പരധനവും അമിത പരതാരങ്ങളും, അവൻ്റെ ഈ അത്യാഗ്രഹം, മറ്റുള്ളവരുടെ ധനം വേണം, മറ്റുള്ളവരുടെ ഭാര്യമാരെ വേണം. ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം, അതിൻ്റെയൊക്കെ ശിക്ഷയാണിത്. അറികിൽ അനുചിതം അത് മതേന ചെയ്തിടാവിൻ. അപ്പോൾ ഈ വെണ്ണീറാകുന്ന സമയത്ത് അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അനുചിതം അത് അറിയിൽ, നിങ്ങൾ അറിയുക, ഇത് അനുചിതമാണ്, ഇങ്ങനെ ചെയ്യരുതാരും. മതേന ചെയ്തിടാവിൻ, ചെയ്യരുതേ ആരും. അതിൻ്റെ ഫലം ഇത് നിർണയം, ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഫലം. മനുജ തരുണിയെ ഒരു മഹാപാപി കാമിച്ചു, മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ.
ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതിൻ്റെ ഫലം അവർക്ക് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അതിൻ്റെ പാപമുണ്ടാകും. അതാണ് പറയുന്നത്. സുകൃത ദുരിതങ്ങളും കാര്യം അകാര്യവും. സുകൃതം അതുപോലെ ദുരിതങ്ങൾ, കാര്യം അകാര്യം, ചെയ്യാൻ പാടില്ലാത്തത്, ഇവയൊക്കെ സൂക്ഷിച്ച് ചെയ്തു കൊള്ളേണം ബുദ്ധജനം. ഇത് എഴുത്തച്ഛൻ്റെ ഒരു ഉപദേശമാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ജാഗ്രത എപ്പോഴും പുലർത്തുക തന്നെ വേണം. മദനശര പരവശതയോട് ചപലനായി വൻ മഹാത്മ്യമുള്ള പതിവ്രതമാരെയും, ആ ശാപമാണിത്. പതിവ്രതകളെയാണ് ഈ പിടിച്ചുകൊണ്ടുവരുന്നത്. കരബലമോട് അനുദിനം അണഞ്ഞു പിടിച്ചതി കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. ഇങ്ങനെ എത്രയോ പതിവ്രതകളുടെ ചാരിത്രത്തെ ഇവൻ കളഞ്ഞിട്ടുണ്ട്. അവർ മനസ്സി മരുവിന തപോമയ പാവകൻ. ആ പതിവ്രതകളുടെ മനസ്സ്, ആ മനസ്സാകുന്ന തപോമയമായിട്ടുള്ള അഗ്നിയാണ് അദ്യ രാജ്യയെ പിടിപെട്ടിത് കേവലം. അതാണ് ഈ രാജ്യത്ത് ഇങ്ങനെ പടർന്നു പിടിച്ചത്. നിശിചരികൾ ബഹുവിധം ഓരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തുമരിക്കയും ശരണമിഹ കിമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വെന്ത് മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവര ഇഷ്ടദൂതൻ, രഘുകുലന്റെ ഇഷ്ടദൂതനായിട്ടുള്ള ഹനുമാൻ ത്രിയാമാചര രാജ്യം, ത്രിയാമാചരം എന്നാൽ രാക്ഷസരാജ്യം, 700 യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുത ഭോജനം നൽകിനാൻ. അഗ്നിക്ക് ഗംഭീരമായൊരു സദ്യ കൊടുത്തു എന്നാണ്. അതാണ് സരസ ബഹുവിഭവയുത ഭോജനം. സന്തുഷ്ടനായതു പാവകദേവനും. അങ്ങനെ അഗ്നിക്ക് നല്ലൊരു സദ്യ ഉണ്ടതിൻ്റെ ഒരു തൃപ്തി. ലഘുതരം അനില തനയൻ അമൃതനിധി തന്നിലെ, പെട്ടെന്ന് തന്നെ അനില തനയനായിട്ടുള്ള വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ അമൃതനിധി തന്നിൽ ലാങ്കൂലം, തൻ്റെ വാൽ തച്ച് തീ പൊലിച്ചിടിനാൻ. ആ തീ അണച്ചു. അമൃതനിധി എന്നാൽ വീണ്ടും സമുദ്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് തീയൊക്കെ അണച്ചു. പവനജന് ദഹനനബി ചുട്ടതില്ലേതുമേ. പവനജനായിട്ടുള്ള ഹനുമാന് അഗ്നി ഒരു തരത്തിലുള്ള ചൂടും കൊടുത്തില്ല. കാരണം പാവകന് ഇഷ്ടസഖിയാക കാരണം. പാവകന്, ഈ അഗ്നിക്ക് ഇഷ്ടമാണ് ഹനുമാനെ. കാരണം എല്ലാ ദേവന്മാർക്കും ഇഷ്ടമാണ്. അതുപോലെ ഈ പവനനും അഗ്നിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പവനന്റെ മകനായിട്ടുള്ള ഈ ഹനുമാന് ഒരു തരത്തിലുള്ള ചൂടും അഗ്നി കൊടുത്തില്ല. അതുപോലെ തന്നെ പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ, അതുകൊണ്ടൊക്കെയാണ് ആ അഗ്നിബാധ ഹനുമാനെ ഒട്ടും ബാധിക്കാതിരുന്നത്. അവനി തനയാ കൃപാ വൈഭവം അദ്ഭുതം അത്യന്ത ശീതളനായതു വന്ഹിയും. അഗ്നി തണുപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അത്രയും ശീതളമായി എന്നാണ് പറയുന്നത്. രജനിചര കുല വിപിന പാവകനാകിയ, ഈ രജനിചരം കുലമാകുന്ന കാടിന് ഒരു പാവകനാകിയ കാട്ടുതീയായ രാമനാമസ്മൃതി കൊണ്ട് മഹാജനം തനയ ധന ധാര മോഹാർത്തരെന്നാകിലും. ഇവിടെ എഴുത്തച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ രാക്ഷസ കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്ന കാട്ടുതീയായിരിക്കുന്ന രാമമന്ത്രം ഏതൊരു ജനമാണോ ജപിക്കുന്നത് അവർ പുത്രൻ, ധനം, ഭാര്യ ഇങ്ങനെയുള്ള മോഹാർത്തരെന്നാകിലും താപത്രയ അനലനെ കടന്നിടുന്നു. ഈ ലോകത്തിലുള്ള 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇങ്ങനെയുള്ള താപത്രയമാകുന്ന അനലനെ, അഗ്നിയെ കടന്നിടാൻ സഹായിക്കുന്നതാണ് രാമനാമമന്ത്രം. അങ്ങനെയാകുമ്പോൾ തദഭിമതകാരിയായുള്ള ദൂതന്, അപ്പോൾ ആ രാമമന്ത്രം ഏതൊരു രാമനെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ രാമന് അഭിമതം ചെയ്യാനുള്ള ദൂതന് സന്താപം പ്രകൃത അനലേന, ഈ പ്രകൃതിയിലുള്ള അഗ്നിയാൽ ആ ദൂതനൊരു ദുഃഖം സംഭവിക്കുമോ? ഭവതി യതി മനുജ ജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവിൻ. യതി ഒരു പക്ഷേ മനുജജനനം ഭവതി, മനുഷ്യനായി
ഭൂമിയിൽ ഭുവി സാമ്പ്രതം ഇപ്പോൾ നിങ്ങൾ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ പങ്കജലോചനനെ ഭജിച്ചിടുവിൻ, ആ ഭഗവാനെ ഭജിക്കൂ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം, ആ അനന്തശായിയായിട്ടുള്ള ഭഗവാനെ ഭുവി ഈ ഭൂമിയിൽ ഭൂതദൈവ ആത്മസംഭൂത താപാപഹം, നേരത്തെ പറഞ്ഞ താപത്രയങ്ങളാണ്. ഭൂതം എന്ന് വെച്ചാൽ ആധിഭൗതിക ദുഃഖം, ദൈവം എന്നാൽ ആധിദൈവിക ദുഃഖം, ആത്മ എന്ന് വെച്ചാൽ ആധ്യാത്മിക ദുഃഖം. ഇങ്ങനെ ആയിട്ടുള്ള സംഭൂതമായിട്ടുള്ള താപ അപഹം ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കും. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള 3 ദുഃഖങ്ങളും ഇല്ലാതെയാകും. ഇങ്ങനെ തൻ്റെ വാലിലെ തീ അണച്ചതിന് ശേഷം തദനു കപികുല വരനും അവനി തനയാപദം, വീണ്ടും സീതാദേവിയുടെ അടുത്ത് പോയിട്ട് ആ പാദം താണ് തൊഴുത് നമസ്കൃത്യ ചൊല്ലിനാൻ, നമസ്കരിച്ചു പറഞ്ഞു, അഹമിനിയും ഉഴറി നടകൊള്ളുവൻ അക്കരയ്ക്ക് അജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം, ഞാനിതാ രാമൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഇനി പെട്ടെന്ന് തന്നെ, അതാണ് ഉഴറി നടകൊള്ളുന്നു, ഇനി നേരം കളയുന്നില്ല, ഞാനിതാ പോവുകയാണ്. അജ്ഞാപയാശു, എനിക്ക് ആജ്ഞ തരൂ. രഘുവരനും അവരജനും അരുണജനുമായിട്ട്, അരുണന്റെ പുത്രനും രഘുവരനും ലക്ഷ്മണനുമായിട്ട് ദ്രുതം വളരെ പെട്ടെന്ന് ആഗമിച്ചിടും അനന്തസേനാസമം, അനന്തമായിട്ടുള്ള സൈന്യബലത്തോടുകൂടെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. മനസ്സി തവ ചെറുതു പരിതാപം ഉണ്ടാകൂല, ഒരു ചെറിയ ദുഃഖം പോലും ഉണ്ടാവരുത്. മദ്ഭരം കാര്യമിനി ജനകാത്മജേ, മദ്ഭരം എന്നാൽ എല്ലാം എനിക്ക് വിട്ടു തന്നേക്കൂ, ഞാൻ ദേവി ഒന്നുകൊണ്ടും വിഷമിക്കരുത്. മദ്ഭരം കാര്യം, ഇനി എല്ലാം എൻ്റെ ചുമലിലാണ്. ജനകാത്മജേ ദേവി. തൊഴുത് അമിത വിനയമിതി ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. സീതാദേവിക്ക് തനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഈ പരിസരത്തുണ്ട് എന്നത് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ കുറച്ച് നാളത്തേക്കാണെങ്കിലും ഹനുമാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം. എന്നിട്ട് ദേവി പറഞ്ഞു, മമ രമണ ചരിതം ഉര ചെയ്ത നിന്നെ കണ്ട് മാനസതാപം അകന്നിതു മാമകം, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ചരിതം എന്നോട് പറഞ്ഞ നിന്നെ കണ്ടിട്ട് തന്നെ എൻ്റെ ദുഃഖമൊക്കെ പോയിരുന്നു. കഥം ഇനിയും അഹമിഹ വസാമി, ഞാൻ ഇനി എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുക. ശോകേന മത്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിന, എൻ്റെ പ്രിയതമനെ കുറിച്ച് പറയുന്ന ആ ഒരു വൃത്താന്തം കേട്ടിട്ടെങ്കിലും എനിക്കിങ്ങനെ ജീവിക്കാമായിരുന്നു, പക്ഷെ നീയും പോവുകയാണല്ലോ. ജനക നൃപ ദുഹിതൃഗിരം, ആ ജനകന്റെ മകളായ സീതയുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം, അപ്പൊ ഹനുമാന് ദുഃഖമായി. തൊഴുത് ചൊല്ലിയിടിനാൻ ഇങ്ങനെ പറഞ്ഞു, കളക ശുചമിനി, ദയവ് ചെയ്ത് ഈ ദുഃഖം ഇല്ലാതാക്കൂ. വിരഹം അലം, മതി ഈ വിരഹ ദുഃഖം. അതിനുടൻ ശരി, എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, കാരണം ഹനുമാന് സഹിക്കുന്നില്ല സീതാദേവി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ. എങ്കിൽ ഇനി ശ്രീരാമചന്ദ്രൻ വരാനൊന്നും കാത്തു നിൽക്കേണ്ട, വരൂ. മമ സ്കന്ധം ആരോഹക്ഷണേന, എൻ്റെ സ്കന്ധം എൻ്റെ തോളിലേറൂ ദേവി. ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധം ഉപഗമ്യ, യോജിപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം രാമൻ്റെ അടുത്തേക്ക്. വരൂ, എൻ്റെ കൂടെ വരൂ. താപമശേഷ അദ്യയേവ തീർത്തിയിടുവൻ, ദേവി ഇനി ഒരു നിമിഷം പോലും വിഷമിക്കേണ്ട, എൻ്റെ കൂടെ വരൂ, ഞാൻ കൊണ്ടു ചെന്ന് ചേർക്കാം നിങ്ങളെ. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും, ദേവിക്ക് വലിയ സന്തോഷമായി. പാരം പ്രസാദിച്ച് പാർത്തു ചൊല്ലിയിടിനാൾ. എങ്കിലും ദേവി പറഞ്ഞു, അതിന് തവ കരുതും അളവില്ലൊരു ദണ്ഡമെന്ന് ആത്മനി വന്നിതു വിശ്വാസമദ്യമേ. ശരിയാണ് ഹനുമാനെ, അങ്ങയ്ക്കിത് പറ്റുമെന്ന് തവ കരുതുമളവ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ അത് ചെയ്യാൻ സാധിക്കുമെന്ന്, ഒരു ദണ്ഡമെന്ന് ആത്മനി, ഒരു വിഷമവുമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ആത്മനി എനിക്ക് വന്നിതു വിശ്വാസം, എനിക്ക് വിശ്വാസമാണ്. ഹനുമാൻ എന്നെ അക്കരെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ശുഭചരിതൻ, നല്ല കീർത്തിയെ നേടാനുള്ള അതിബലമോടാശു, അതിബലവാനായിട്ടുള്ള എൻ്റെ ഭർത്താവ് ദിവ്യാസ്ത്രേണ ശോഷണ ബന്ധനാദ്യൈഹി, ശോഷണം എന്നാൽ സമുദ്രത്തെ വറ്റിച്ച് സേതുബന്ധനം ചെയ്ത് ഇങ്ങനെയൊക്കെ സാഗരം, ആ വലിയ സാഗരത്തെ
കപികുല ബലേന കടന്ന്, നിങ്ങളൊക്കെ ചേർന്ന ആ സൈന്യത്തോടുകൂടെ കടന്ന് ജഗത്രയ കണ്ടകനെ, ഈ ജഗത്രയത്തിനും ശത്രുവായിട്ടുള്ള രാവണനെ കൊന്ന് കൊണ്ടുപോകാശുമാം, എന്നെ വന്ന് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകും. മറിവോടൊരു നിശി രഹസ്യ കൊണ്ടുപോയാലത്, ഇനി അതിന് മറിച്ച് ഹനുമാന്റെ ചുമലിലേറി ഞാൻ ഈ രാത്രിയിൽ ആരും അറിയാതെ എന്നെ കടത്തിയാൽ അത് മത് പ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം, എൻ്റെ പ്രാണനാഥൻ്റെ കീർത്തിക്ക് അത് ചേരുകയില്ല, അത് വേണ്ട. രഘുകുലജ വരൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസം അയി തനയ, അല്ലയോ മകനെ, എത്രയും പെട്ടെന്ന് രാവണനെ കൊന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേല ചെയ്തിടൂ. നീ അത് മാത്രം ചെയ്താൽ മതി. എന്നെ ഇവിടുത്തെ ദുഃഖം നീ അറിയിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോവുക. അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ, ഞാൻ എങ്ങനെയെങ്കിലും അത്രയും ദിവസം പിടിച്ചു നിന്നുകൊള്ളാം. ഇതി സദയം അവനോടരുൾ ചെയ്ത് അയച്ചിടിനാൾ ഇന്ദിരാദേവിയും. ഇങ്ങനെ ഹനുമാനോട് പറഞ്ഞ് ഹനുമാനെ യാത്രയച്ചു. പിന്നെ വാതാത്മജൻ തൊഴുത് അഖില ജനനിയോട് യാത്ര വഴങ്ങിച്ച് തൂർണം മഹാർണവം കണ്ട് ചാടിയിടിനാൻ. അങ്ങനെ തിരിച്ചു വീണ്ടും ആ സമുദ്രത്തെ ചാടിക്കടന്നു. ഹനുമാന്റെ പ്രത്യാഗമനം. ലങ്കയിൽ നിന്ന് സമുദ്രത്തെ ചാടിക്കടന്ന് വീണ്ടും തിരിച്ച് ആ തെക്കേ സമുദ്ര തീരത്ത് എത്തിയ ഹനുമാൻ ത്രിഭുവനവും ഉലയെ, 3 ലോകവും അങ്ങനെ നടുങ്ങുമാറ് മുഹുരൊന്നലറിയിടിനാൻ. തീവ്രനാദം കേട്ടു വാനര സംഘവും കരുതുവിനിതൊരു നിനദം, നല്ല ഒരു ശബ്ദം കേൾക്കുന്നു, ആശു കേൾക്കായതും. കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതൻ, തീർച്ചയായും ഇത് ഹനുമാന്റെ ശബ്ദമാണ്. പോയ കാര്യം സാധിച്ചതിൻ്റെ ആ സന്തോഷ സൂചകമായിട്ടാണ് ഈ ആർത്തനാദം അല്ലെങ്കിൽ ആ ഒരു അട്ടഹാസം എന്ന് അവരൊക്കെ തീരുമാനിച്ചു. അവർക്ക് വിശ്വാസമായി. അതിന് നഹി സംശയം മാനസേ, പാർത്തുകാൺ ഒച്ച കേട്ടാൽ അറിയാമതും, തീർച്ചയായും ആ ഒച്ച കേട്ടാൽ അത് വിജയാഹ്ലാദത്തിൻ്റെ ഒച്ചയാണ്. കപി നിവഹം, ആ കപി കൂട്ടങ്ങൾ ഇതി ബഹുവിധം പറയും വിധൗ കാണായിതദ്രിശിരസി, ആ പർവ്വതത്തിൻ്റെ മുകളിൽ വാതാത്മജനെ കാണായി വന്നു. കപി നിവഹ വീരരെ കണ്ടിതു സീതയെ, ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഞാൻ കണ്ടു സീതാദേവിയെ, ഞാൻ കണ്ടു. കാകുസ്ഥ വീരൻ അനുഗ്രഹത്താലഹം, രാമദേവന്റെ അനുഗ്രഹത്താൽ ഞാൻ കണ്ടു സീതയെ. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു. വിബുധ കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയം അമ്മാറു കണ്ടു പറഞ്ഞിതു. ഝടിതി ദശരഥ സുതനോടി കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെ നടന്നിടുവിൻ. ഞാൻ അവിടെ ചെയ്ത എല്ലാ വീരകർമ്മങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് രാമനോട് അറിയിക്കണം. പെട്ടെന്ന് വരൂ, നമുക്ക് രാമന്റെ അടുത്തേക്ക് പോകാം. അതു പൊഴുതു പവന തനയനെയും അവരാദരിച്ചാലിംഗ്യ ഗാഠമാചുംബ്യ വാലാഞ്ചലം. അപ്പോൾ തൻ്റെ വാലിന് തീ കൊളുത്തിയതും ആ തീ കൊണ്ട് ലങ്കയെ ചുട്ടരിച്ചതൊക്കെ പറഞ്ഞപ്പോൾ ഈ കപികുലർ എന്ത് ചെയ്തു? ആദ്യം ഹനുമാനെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. എന്നിട്ട് വാലിന് ഉമ്മ വെച്ചു എന്നാണ്. ഗാഠം ആചുംബ്യ, ചുംബിച്ചു വാലാഞ്ചലത്തിൽ, ആ വാലിൻ്റെ അറ്റത്ത്. കാരണം അത് വെച്ചാണല്ലോ ലങ്കയെ ചുട്ടരിച്ചത്. അങ്ങനെ ആ സന്തോഷം. കുതുകമൊടു കപി നിചയം അനിലജനെ മുന്നിട്ട് കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. അങ്ങനെ ഹനുമാനെ മുൻനിർത്തി ഒരു വിജയിയെ ആനയിച്ചു കൊണ്ടുവരുന്നത് പോലെ എല്ലാവരും കൂടെ ആർത്തു വിളിച്ച് ശ്രീരാമദേവന്റെ അടുത്തേക്ക് പോയിടിനാർ. പ്ലവക കുല പരിവൃഢർ ഉഴറി നടകൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടു മേവിയിടിനാർ. അങ്ങനെ വരുന്ന വഴിക്ക് പ്രസ്രവണാചലം കണ്ടു. അവിടെയാണ് സുഗ്രീവന്റെ ഉദ്യാനം. സുഗ്രീവന്റെ കാവൽക്കാരാണ് അവിടെ. പക്ഷേ സുഗ്രീവന്റെ അനുവാദമില്ലാതെ അവിടെ ആരും കയറാൻ പാടില്ലെന്നാണ്. അത് സുഗ്രീവന് വേണ്ടപ്പെട്ട ആളായാൽ പോലും. അപ്പോൾ അവിടെ കുസുമദല ഫല മധു ലതാ തരുപൂർണമാം, കുസുമം നല്ല പുഷ്പങ്ങളും
ഇലകളും ഫലം, മധു എന്ന തേനൊഴുകുന്ന രീതിയിലുള്ള പഴങ്ങളെന്നും എടുക്കാം, അല്ലെങ്കിൽ തേനും, പിന്നെ ലത വള്ളികൾ, തരു മരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഗുൽമ സമാവൃതം വള്ളിച്ചെടികളും വള്ളിക്കുടിലുകളും ഒക്കെ ആയിട്ട് സുഗ്രീവ പാലിതം, സുഗ്രീവന്റെ അധീനതയിലുള്ള ആ ഉദ്യാനം മധുവനം കണ്ടു. ക്ഷുധിത പരിപീഡിതരായ കപികുലം, ഇവിടെ കപികുലവും ഹനുമാൻ പോയതിനു ശേഷം നല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ പ്രാർത്ഥനയോടെ ഇരുന്നിരിക്കാം. അങ്ങനെ അവരും ആകെ വിശന്ന് പരിപീഡിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷുത് വിനാശാർത്ഥം, വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി ആർത്തിയാ പറഞ്ഞിടിനാർ, ആർത്തിയോടെ അവർ പറയുകയാണ്, ഫലനികര സഹിതം ഇഹ മധുര മധുപൂരവും ഭക്ഷിച്ചു. ഈ ഉദ്യാനത്തിൽ കയറി നമുക്ക് വേണ്ടുന്നതൊക്കെ ഭക്ഷിച്ചിട്ട് ദാഹവും തീർത്ത് നാം ഒക്കവേ തരണിസുത സവിധം, സുഗ്രീവന്റെ അടുത്ത് ഉപഗമ്യ പോയിട്ട് വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം. ആദ്യം നമ്മുടെ ക്ഷീണമൊക്കെ തീർക്കാം. ഇതൊരു വിജയാഹ്ലാദവും കൂടിയാണ്. അപ്പോൾ ആ വിജയലഹരിയിൽ അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്, വിജയലഹരി ആസ്വദിക്കാൻ വേണ്ടി കൂടിയാണ് മധുവനത്തിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് സുഗ്രീവന്റെ അടുത്ത് പോകാം. അങ്ങനെ തരണിസുത സവിധം ഉപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം. അവിടെ ചെന്നിട്ട് പിന്നീട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അതിനനുവദിച്ചരുളേണം. ഇവിടെ ഇവരുടെ സേനയുടെ അധിപൻ അംഗദനാണ്. അതിന് അനുവാദം ചോദിക്കുകയാണ് എന്ന് ആശ പൂണ്ട അംഗദനോട് അപേക്ഷിച്ചോരനന്തരം അംഗദനോട് ഇതിനുള്ള ആജ്ഞ നൽകാൻ അല്ലെങ്കിൽ അനുവാദം ചോദിച്ചു. അതിനവനും അവരോട് ഉടൻ ആജ്ഞയെ ചെയ്യുകയാൽ അനുവാദം കൊടുത്തു. ആശു മധുവനം പുക്കിയതെല്ലാവരും പരിചോട് വളരെ പെട്ടെന്ന് തന്നെ അതിമധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ. അവിടെ കാവൽ നിൽക്കുന്ന ദധിമുഖനും അനിശം അത് എല്ലായ്പ്പോഴും ആ ഉദ്യാനം പാലനം ചെയ്തു. ദധിമുഖനാണ് അതിൻ്റെ പാലകൻ, ഉദ്യാനപാലകൻ. ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ, സുഗ്രീവൻ ശാസന കൊടുത്തത് കൊണ്ടാണ് അവിടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. ദധിവദന വചനമൊടു നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ. ദധിവദനം അതായത് ഈ ദധിമുഖൻ ഈ ഉദ്യാനപാലകരോട് പറഞ്ഞു, ഇവരെ അടുപ്പിക്കരുത്. അത് കാരണം സുഗ്രീവന്റെ ആണെങ്കിൽ പോലും, സുഗ്രീവന്റെ അധീനതയിലുള്ള ഉദ്യാനമാണെങ്കിലും സുഗ്രീവൻ പറയണം അവരെ അവിടെ കയറ്റാൻ. അതുകൊണ്ടാണ്. അപ്പൊ ഇവരിങ്ങനെ ഇടിച്ചു കയറിയതുപോലെ പോയത് ദധിമുഖന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ദധിമുഖൻ അവിടെ നിയതം അത് കാക്കുന്ന ദണ്ഡധരന്മാരോട്, അവിടുത്തെ മറ്റുള്ള കാവൽക്കാരോട് പറഞ്ഞു ഇവരെ തടുക്കണം. അങ്ങനെ അവർ പറഞ്ഞിട്ട് ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ. അവർക്ക് ദേഷ്യം വന്നു, ഈ കപികുലന്മാർക്ക്. അവർ തിരിച്ച് മുഷ്ടിപ്രഹാരം ചെയ്തു. പാഞ്ഞാർ ഭയപ്പെട്ടവരും അതിദ്രുതം. കാരണം ആ വിജയലഹരിയിൽ അവരങ്ങനെ അവർക്ക് ശക്തി കൂടി എന്നും പറയാം. ത്വരിതം അഥ. അപ്പൊ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ദധിമുഖനും ആശു സുഗ്രീവനെ തൂർണമാലോക്യ പെട്ടെന്ന് വന്നിട്ട് വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. സുഗ്രീവനോട് ഇങ്ങനെയൊക്കെ ഇവർ മധുവനത്തിൽ ഇടിച്ചു കയറി എന്നതുപോലെ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പരാതി പറയാനാണ് പോയത്. തവ മധുവനത്തിന് ഭംഗം വരുത്തിയാർ താരേയനാദികളായ കപിബലം. ആ അംഗദനും കൂട്ടരുമൊക്കെ മധുവനത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ട്. സുചിരമതോ, വളരെ കാലമായിട്ട് തവ കരുണയ, അങ്ങയുടെ കാരുണ്യത്താൽ പരിപാലിച്ചു. സുസ്ഥിരമാധിപത്യേന വാണേനഹം, അവിടെ ആ മധുവനത്തിൻ്റെ ആ അധിപനായിട്ട് ഞാനിങ്ങനെ വാഴുകയായിരുന്നു. വലമഥന സുത തനയനാദികളൊക്കവേ വന്നു മദ്ഭൃത്യ ജനത്തെയും വെന്നുടൻ. വലമഥനൻ ഇന്ദ്രൻ, ഇന്ദ്രന്റെ സുത തനയൻ അപ്പോൾ അംഗദൻ, ഇവരൊക്കെ തന്നെ വന്നു മദ്ഭൃത്യ ജനത്തെയും വെന്നുടൻ, അവരെയൊക്കെ അടിച്ചു ഓടിച്ചിട്ട് മധുവനവും ഇതു പൊഴുതഴിച്ചിതെന്നിങ്ങനെ ആകെ നശിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മാതുലവാക്യം. ഈ ദധിമുഖൻ സുഗ്രീവന്റെ അമ്മാവനാണ്.
ആ അമ്മാവന്റെ വാക്കുകൾ ആകർണ്യ കേട്ടിട്ട് സുഗ്രീവനും നിജ മനസ്സി മുഹുരഭി വളർന്ന സന്തോഷേണ, എന്നാൽ സുഗ്രീവന് ദേഷ്യം പിടിക്കുകയല്ല ചെയ്തത്, അത്യധികമായ സന്തോഷമുണ്ടായി. കാരണം കാര്യം സാധിച്ചതിൻ്റെ സന്തോഷമാണ് ആ കവികൾ അവിടെ കാണിച്ചതെന്ന് സുഗ്രീവൻ മനസ്സിലാക്കി. അങ്ങനെ ആ സന്തോഷം നിർമ്മലാത്മാ രാമനോട് ചൊല്ലിയിടിനാൻ. പവന തനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം. മധുവനം അതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ. അവരവിടെ എൻ്റെ അനുവാദം ചോദിക്കാതെ അവരവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ആ സന്തോഷാധിക്യത്താലാണ്, എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ അവരവിടെ കയറുകയുള്ളൂ. അപ്പോൾ കാര്യം സാധിച്ചിരിക്കുന്നു. അവരെ വിരവോട് വരുവതിന് ചൊല്ലങ്ങു ചെന്നാത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അങ്ങനെ ദധിമുഖനോട് പറഞ്ഞു, അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. നിങ്ങൾ ഇതിനെക്കുറിച്ച്, മധുവനത്തിൽ അവർ കയറിയതിനെ കുറിച്ചൊന്നും ഓർത്ത് ദുഃഖിക്കുകയേ വേണ്ട. അവനും അതു കേട്ടുഴറിച്ചെന്ന് ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോട് സാദരം. ഹനുമാനോട് പറഞ്ഞു, അനില തനയ അംഗത ജാംബവതാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ. ഹനുമാനും ജാംബവാനും ഒക്കെ സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഉടനെ തിരിച്ചു വരികയാണ്. പുനരവരും അതു പൊഴുതു വാച്ച സന്തോഷേണ, അത്യധികമായ സന്തോഷത്താൽ പൂർണ്ണവേഗം നടന്നാശു ചെന്നിയിടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി. ഇനി അങ്ങോട്ട് എഴുത്തച്ഛൻ്റെ ഒരു സ്തുതിയാണ്. ആരാണ് രാമൻ എന്നത്? ശ്രീരാമചന്ദ്രനെ വിശേഷിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും എഴുത്തച്ഛൻ പാഴാക്കാറില്ല. അങ്ങനെ കുറേ വരികൾ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. പുകൾപ്പെരിയ പുരുഷമണി, ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധിയാർജിച്ച പുരുഷകേസരി. രാമൻ തിരുവടി, പുണ്യപുരുഷൻ, പുരുഷോത്തമൻ പരൻ, പുരമഥന ഹൃദി മരുവും അഖില ജഗദീശ്വരൻ. ത്രിപുരങ്ങളെയും നശിപ്പിച്ച് പരമശിവന്റെ ഹൃദയത്തിൽ മരുവുന്ന അഖില ജഗദീശ്വരൻ. പുഷ്കരനേത്രൻ, താമരക്കണ്ണൻ, പുരന്തര സേവിതൻ, ഇന്ദ്രനാൽ സേവിക്കപ്പെടുന്നവൻ, ഭുജഗപതി ശയനൻ, അനന്തശായി, അമലൻ, ത്രിജഗത് പരിപൂർണൻ, പുരുഹൂത സോദരൻ. പുരുഹൂതൻ ഇന്ദ്രൻ, ഇന്ദ്രന്റെ സോദരൻ. വാമന അവതാരത്തിൽ ഇന്ദ്രന്റെ അനുജന്റെ സ്ഥാനത്തായിട്ടാണ് വാമനൻ വരുന്നത്. അതാണ് മാധവൻ. ഭുജഗ നിവഹ അശനവാഹനൻ. ഭുജകം സർപ്പങ്ങൾ, സർപ്പക്കൂട്ടങ്ങളെ അശനം ഭക്ഷണമാക്കുന്ന ഗരുഡൻ, ഗരുഡൻ വാഹനമായിട്ടുള്ളവൻ. കേശവൻ. പുഷ്കരപുത്രി രമണൻ, സീതാദേവിയുടെ ഭർത്താവ്. പുരാതനൻ. ഭുജഗകുലഭൂഷണ ആരാധിത അഘ്രിദ്വയൻ. ഭുജഗകുലങ്ങൾ ഭൂഷണമായിട്ടുള്ളത് പരമശിവൻ. പരമശിവനാൽ ആരാധിക്കപ്പെടുന്ന പാദദ്വയങ്ങളോടുകൂടിയവൻ. പുഷ്കര സംഭവ പൂജിതൻ. പുഷ്കര സംഭവനായ ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്നവൻ. നിർഗുണൻ. ഭുവനപതി, മഖപതി, യാഗങ്ങളുടെയൊക്കെ പതി. സതാംപതി, സത്തുക്കളുടെ പതി. മത്പതി, ഇനി എൻ്റെയും പതി. പുഷ്കര ബാന്ധവ പുത്ര പ്രിയസഖി. പുഷ്കരം താമര, താമരയുടെ ബന്ധുവാണ് സൂര്യൻ. സൂര്യന്റെ പുത്രൻ സുഗ്രീവൻ, സുഗ്രീവന്റെ പ്രിയ സഖിയാണിപ്പോൾ ഭഗവാൻ. ബുധജന ഹൃദിസ്ഥിതൻ, പണ്ഡിതന്മാരായ സത്യത്തെ അറിഞ്ഞവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. പൂർവദേവ ആരാതി, അസുരന്മാർക്ക് പേടിസ്വപ്നമായിട്ടുള്ള ഭഗവാൻ. പുഷ്കര ബാന്ധവ വംശസമുദ്ഭവൻ. പുഷ്കര ബാന്ധവൻ സൂര്യൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ. ഭുജബലവതാം വരൻ, ഭുജബലം കൈബലം ഉള്ള ക്ഷത്രിയന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള. പുണ്യജനാന്തകൻ, ഭൂപതിനന്ദനൻ, രാജകുമാരൻ. ഭൂമിജാവല്ലഭൻ, സീതാപതി. ഭുവനതലപാലകൻ, ക്ഷത്രിയൻ, രാജാവ് തന്നെയാണ്. ശരിക്കും രാജാവ് ആകേണ്ടതായിരുന്നു, അവിടെ നിന്നാണ് വനവാസത്തിന് പോയത്. ഭൂതപഞ്ചാത്മകൻ, പഞ്ചഭൂതാത്മകനായിരിക്കുന്നവൻ. ഭൂരിഭൂതിപ്രദൻ, എല്ലാ വിഭൂതികളും, ഈ ലോകത്തിലുള്ള എല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. അങ്ങനെയുള്ളവൻ. പുണ്യജന അർച്ചിതൻ, എല്ലാ ജനങ്ങളാലും അർച്ചിക്കപ്പെടുന്ന, പുണ്യജനങ്ങളാൽ അർച്ചിക്കപ്പെടുന്നവൻ. ഭുജഭവകുല അധിപൻ, ആ വിരാട് പുരുഷന്റെ
കൈയാണ് ക്ഷത്രിയന്മാർ. ആ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവൻ, പുണ്ടരീക ആനനൻ, താമരക്കണ്ണൻ, പുഷ്പബാണോപമൻ, കാമദേവന് തുല്യൻ, അത്രയും സൗന്ദര്യമുള്ളവൻ, ഭൂരി കാരുണ്യവാൻ, ദിവസകരപുത്രനും സുഗ്രീവനും സൗമിത്രിയും മുതാ ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം. ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രനെ ആ സുഗ്രീവനും സൗമിത്രിയും ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപിന ഭുവി സുഖതരമിരിക്കുന്നത് കണ്ട്, അങ്ങനെ കാട്ടിൽ സുഖമായിട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ട് വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ച്, ഹരി എന്നതിന് വാനരൻ എന്നൊരർത്ഥവുമുണ്ട്. അങ്ങനെ വാനരന്മാരുടെ ഈശ്വരൻ, വാനരാധിപനായ സുഗ്രീവനെയും വന്ദിച്ച് പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. ഹനുമാൻ പറഞ്ഞു, കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയേ, ആ രാക്ഷസാലയത്തിൽ സങ്കടമെന്നിയേ. ഇവിടെ പറയുന്നത് ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോയി കണ്ടു എന്നാണ്. കുശലവുമുടൻ വിചാരിച്ചിതു താവകം, കൂടെ സുമിത്രാതനയനും സാദരം. ദേവി എന്നെ കണ്ടയുടൻ അങ്ങയെക്കുറിച്ചുള്ള കുശലം ചോദിച്ചു, ഒപ്പം സുമിത്രാതനയനെക്കുറിച്ചും സാദരം ചോദിച്ചു. ശിഥിലതര ചികുരമോട് അശോകവനികയിൽ, ശിഥിലതരം എന്നാൽ അഴിച്ചിട്ട ചികുരം, മുടി. അങ്ങനെ അശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. അനശനം, ഭക്ഷണമൊന്നും കഴിക്കാതെ, അതുകൊണ്ട് തന്നെ അതികൃശ ശരീരയായി അന്വഹം, രാവും പകലും ആശരനാരീ പരിവൃതയായി ആ രാക്ഷസ സ്ത്രീകളുടെ ഇടയിൽ ശുചാ സങ്കടത്തോടെ അഴൽ പെരുകി മറുകി അത്രയധികം വിഷമിച്ച് ബുദ്ധിമുട്ടി ബഹുബാഷ്പവും വാർത്തുവാർത്തയ്യോ സദാ രാമരാമേതി മന്ത്രവും മുഗ്ധാംഗിമേവുന്ന നേരത്ത്, അങ്ങനെ സീതാദേവി അവിടെ ഇരിക്കുന്ന നേരത്ത് ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേൻ അനാകുലം. കുറച്ചു നേരം ഞാൻ ആ വൃക്ഷത്തിന്റെ ശാഖയിൽ തന്നെ ഇരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തവ ചരിതം അമൃതസമം അഖിലം അറിയിച്ചത്, ഭഗവാനെ അങ്ങയുടെ ചരിതം അമൃതസമമായിട്ടുള്ള ആ ചരിതം അഖിലം എല്ലാം, ഇതുവരെയുള്ള എല്ലാം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവി രഹിതയായി മരുവും വിധവും, നിങ്ങളുടെ ആ ആശ്രമ പരിസരത്ത് അങ്ങനെ നിങ്ങളില്ലാതെ ഇരിക്കുന്ന സമയത്ത്, അതാണ് ഉടജഭുവി രഹിതയായി മരുവും, നിങ്ങളെ കൂടാതെ ഇരിക്കുന്ന സമയത്ത് ചെന്ന് ദശാനനൻ കൊണ്ട് അങ്ങ് പോയതും, ദശമുഖൻ രാവണൻ കൊണ്ടുപോയതും, സവിതൃസുതനോട് സുഗ്രീവനോട് ഝടിതി സഖ്യമുണ്ടായതും, സംക്രാന്തനാത്മജൻ തന്നെ ബാലിയെ വധിച്ചതും, ക്ഷിതി ദുഹിതുഹു അന്വേഷണാർത്ഥം, ഭൂമിപുത്രിയുടെ അന്വേഷണാർത്ഥം, സീതാദേവിയുടെ അന്വേഷണാർത്ഥം കപീന്ദ്രനാൽ കീശൗഖം വാനരക്കൂട്ടം ആശു നിയുക്തമായിടിനാർ. അഹം അവരിൽ ഒരുവൻ ഇവിടേക്കു വന്നിടിനേൻ, അതിലൊരുവനായ ഈ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അർണവം ചാടിക്കടന്ന് അതിവിദ്രുതം, അത്രയും വേഗത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. രവി തനയ സച്ചിവനഹം, ആ സൂര്യപുത്രനായ സുഗ്രീവന്റെ മന്ത്രിയാണ് ഞാൻ. ആശുകനന്ദനൻ വായുപുത്രനാണ്. രാമദൂതൻ ഹനുമാൻ എന്ന് നാമവും. ഇതൊക്കെ അവിടെ പറഞ്ഞത് അതുപോലെ ഇവിടെയും പറയുകയാണ്. ഭവതിയെയും ഇഹ ഝടിതി കണ്ടുകൊണ്ടേനഹോ, ദേവിയെ ഞാനിതാ കണ്ടിരിക്കുന്നു. ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം. ഫലിതമഖിലം മമ അദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം. ഫലിതം, എൻ്റെ എല്ലാ പ്രയാസവും ഫലം കണ്ടിരിക്കുന്നു. അങ്ങനെ ഭൃശം പത്മജാലോകനം പാപവിനാശനം, ദേവിയെ പാപവിനാശനമാണ് ദേവിയെ കാണുന്നത്. മമ വചനമിതി നിഖിലം ആകർണ്യ ജാനകി, എല്ലാം കേട്ടിട്ട് ദേവി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ. ശ്രവണയുഗളാമൃതം, എൻ്റെ രണ്ട് ചെവികൾക്കും അമൃതതുല്യമായിട്ടുള്ള ഈ വാക്കുകൾ കേനമേ ശ്രാവിതം, ആരാണ് എന്നെ കേൾപ്പിച്ചത്. ശ്രീമതാം അഗ്രേസരനവൻ നിർണയം, ശ്രീമത്തുക്കളായിട്ടുള്ള
ഐശ്വര്യമുള്ളവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണവൻ. മമ നയന യുഗളപഥം ആയാതു, എൻ്റെ 2 കണ്ണുകൾക്ക് നയനഗോചരമാകാൻ ഒന്ന് എൻ്റെ മുന്നിൽ വരൂ. പുണ്യവാൻ മാനവവീര പ്രസാദേന ദൈവമേ, ആ പുണ്യവാനെ എനിക്ക് കാണാൻ സാധിക്കണമേ എന്ന് ദേവി പറഞ്ഞ നേരത്ത് വചനമിതി മിഥില തനയ ഉദിതം കേട്ട് ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനാൻ. വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും, അറിവതിന് പറക നീ ആര് എന്നത് എന്നോട് ഇത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കഥിതമഖിലം മയാ, എന്നാൽ എല്ലാം പറയപ്പെട്ടു. ദേവവൃത്താന്തങ്ങൾ, ഭഗവാന്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞു. കഞ്ചദളാക്ഷിയും സീതാദേവിയും വിശ്വസിച്ചിടിനാൾ. അതു പൊഴുതിൽ അകതളിരിൽ അഴൽ കളവതിന്, ദേവിയുടെ ദുഃഖം കളയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്കുലീയം കൊടുത്തിടിനേൻ ആദരാൽ. കരതളിരിൽ അതിനെ വിരവോട്, തൻ്റെ കയ്യിലെടുത്തിട്ട് ആ മോതിരത്തെ വിരവോട് വാങ്ങി ബഹുമാനത്തോടെ വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ. ശിരസി ദൃശി ഗളഭുവി ഉരസ്ഥലത്തിങ്കലും, ആദ്യം തലയിൽ വെച്ചു, പിന്നെ കണ്ണിൽ വെച്ചു, കഴുത്തിൽ വെച്ചു, തൻ്റെ മാറിടത്തോട് ചേർത്തു. ശീഘ്രമണച്ചു വിലാപിച്ചത് ഏറ്റവും കരയാൻ തുടങ്ങി ദേവി. പവനസുത കഥയാ മമ ദുഃഖമെല്ലാം. എന്നിട്ട് ദേവി എന്നോട് പറഞ്ഞു, ഹനുമാനെ നീ പോയിട്ട് എൻ്റെ ഈ ദുഃഖമൊക്കെ പത്മാക്ഷനോട് പറയുക. നീ കണ്ടിതല്ലോ സഖേ, നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങ് ചെന്ന് ചൊൽക എന്ന് ചൊല്ലിയിടിനാൾ. ഇങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. തവ ചരിതമഖിലം അലിവോടുണർത്തിച്ചു ഞാൻ, തമ്പിയോടും കപിസേനയോടും ദ്രുതം വയം അവനിപതിയെ. ക്ഷത്രിയനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്ന് ദശാസ്യകുലവും മുടിച്ചുടൻ സകുതുകം അയോധ്യാപുരിക്കാശു കൊണ്ടുപോം, സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥസുതന് വിശ്വാസാർത്ഥമായിനി ദേഹിമേ ദേവി, ദേവി എനിക്ക് എന്തെങ്കിലും ഒരു ചിഹ്നം ദേഹി തരൂ. ധന്യമാതരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക. പുണ്യപുരുഷന് വിശ്വാസസിദ്ധയെ, ഭഗവാന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അതും അവനിസുതയോടഹം ഇങ്ങനെ ചൊന്നളവാശു ചൂടാരത്നം ആദരാൽ നൽകിനാൾ. ചൂടാരത്നം നൽകി. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലെ, ഇനി അടയാളവാക്യം എന്താ പറഞ്ഞത് എന്ന് പറയുകയാണ്. കനിവിനോട് ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഖര നികരേണ, ഒരു കാക്ക വന്നിട്ട് അതിൻ്റെ നഖത്തെ കൊണ്ടൊക്കെ പീഡിപ്പിച്ച ആ ഒരു കാകവൃത്താന്തവും ചൊൽകെന്ന് ചൊല്ലിനാൾ. ഇതാണ് അടയാളവാക്യമായിട്ട് എന്നോട് പറഞ്ഞത്. തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്ന് മരുവും ദശാന്തരെ. ബഹുവിധ വചോ വിഭവേന, ഞാൻ പല രീതിയിൽ ദേവിയെ ആശ്വസിപ്പിച്ചു. ദുഃഖം തീർത്തു. ബിംബാധരിയെയും ആ ദേവിയെയും ഞാൻ ആശ്വസിപ്പിച്ച് വിടയും ഉടൻ അഴകൊടു വഴങ്ങിച്ചു പോന്നിതു. ആദ്യം ദേവിയോട് വിട പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം വേഗേന പിന്നെ മറ്റൊന്ന് ചെയ്തേനഹം, ഞാൻ ഒരു കാര്യവും കൂടെ ചെയ്തിട്ടുണ്ട്. അഖില നിശിചര കുലപതിക്ക് അഭീഷ്ടാസ്പദം, ആ രാവണന് അത്രയും ഇഷ്ടമുള്ള അവൻ്റെ ആ ഉദ്യാനം ആരാമമൊക്കെ തകർത്തേൻ അതിനുടൻ. പരിഭവമോട് അടൽ കരുതി വന്ന, അതിന് എന്നെ പരാജയപ്പെടുത്താൻ ഒരു യുദ്ധത്തിനായിട്ട്, അടൽ കരുതി എന്നാൽ യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന നിശാചര പാപികളെ കൊല ചെയ്തേൻ അസംഖ്യകം. എത്രയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, അത്രയധികം രാക്ഷസന്മാരെ ഞാൻ കൊന്നു. ദശവദന സുതനെ മുഹുഹു അക്ഷകുമാരനെ, രാവണന്റെ മകനായ അക്ഷകുമാരന് പിന്നെ ഞാൻ ദണ്ഡധരാലയത്തിന് അയച്ചിടിനാൻ, യമപുരിക്ക് അയച്ചു. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി, പിന്നീട് ദശമുഖന്റെ മറ്റൊരു മകനായ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്താൽ എന്നെ ബദ്ധനാക്കി. ആശരാധീശനെ കണ്ട് പറഞ്ഞു ഞാൻ. എന്നിട്ട് രാവണസഭയിലെത്തി ഞാൻ രാവണനോട് നേരിട്ട് പറഞ്ഞു. നേരിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ലഘുതരം അശേഷം ദഹിപ്പിച്ചിതൂപത്ത ലങ്കാപുരം, പിന്നെയും ദേവി തൻ പദം
ലങ്കയെ മുഴുവൻ നശിപ്പിച്ചിട്ട് തീപിടിപ്പിച്ചിട്ട് പിന്നെ തിരിച്ച് ദേവിയുടെ അടുത്തു വന്ന് വിഗത ഭയം, ഒരു ഭയവുമില്ലാതെ അടിയിണ വണങ്ങി വാങ്ങിപ്പോന്ന് വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. എന്നിട്ടിതാ വന്നിട്ട് തവ ചരണ നളിനം, അങ്ങയുടെ ഈ പാദകമലം അധുനാ ഏവ, ഇപ്പോഴിതാ ഞാൻ വന്ദിച്ചിതു. ദാസൻ, ഞാൻ അങ്ങയുടെ ദാസനാണ്. ദയാനിധേ പാഹിമാം പാഹിമാം. ഇതി പവനസുത വചനമാഹന്ത കേട്ടളവ് ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സുരജന സുദുഷ്കരം, ദേവന്മാർക്ക് പോലും സുദുഷ്കരമാണ്. കാര്യം കൃതം ത്വയ, നിന്നാൽ ഇപ്പോൾ ചെയ്യപ്പെട്ട ഈ കാര്യം. അത് കേട്ട് സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരം ഇച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നേ നിനക്ക് ഞാൻ. മമ സർവസ്വവും ഹനുമാനെ ഞാനിതാ നിനക്ക് തന്നിരിക്കുന്നു, എന്നെ തന്നെ ഞാൻ തന്നിരിക്കുന്നു. പ്രണയമനസ, എന്നോടുള്ള അത്രയും ഇഷ്ടത്തോടുകൂടെ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ, ഇതിനൊരു പ്രത്യുപകാരം ഇല്ല ഇവിടെ. പുനരഭി രമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാനാദരാൽ കെട്ടിപ്പിടിച്ചു ഹനുമാനെ. ഉരസി മുഹുരഭി മുഹുരണച്ചു പുൽകിയിടിനാൻ, തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹനുമാനെ പുൽകി. ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. ഇവിടെ കഥ പറയുന്ന പരമേശ്വരൻ പറയുകയാണ്, നോക്കൂ ആ ഒരു ഭാഗ്യം. ഭുവനതലം ഒരുവന് ഇങ്ങനെയില്ലഹോ, പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായിടോ. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യം വേറെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനയായ കഥ അരുൾ ചെയ്തത് ഭഗവതി ഭവാനി പരമേശ്വരി കേട്ട് ഭക്തിപരവശയായി വണങ്ങിയിടിനാൾ. പാർവതീദേവി ഈ കഥ കേട്ട് അങ്ങനെ രോമാഞ്ചത്തോടെ ഇരുന്നു. കിളിമകളും അതിസരസം ഇങ്ങനെ ചൊന്നത് കേട്ട് മഹാലോകരും തെളിയേണമേ. ഇത് കേട്ടിട്ട് കേൾക്കുന്ന എല്ലാ ഭക്തരുടെ ഉള്ളിലും ഒരു നിർവൃത്തി ഉണ്ടാകേണമേ എന്ന പ്രാർത്ഥനയോടെ സുന്ദരകാന്ഡം സമാപിക്കുന്നു. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം.